നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാമിനേഷന് വേണ്ടിയും നമ്മുടെ എക്സാം ബോർഡിനും അതുപോലെ തന്നെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടും അപ്പെക്സ് ബാങ്കുമായി ബന്ധപ്പെട്ടുമൊക്കെ മിക്കവാറും സിലബസ് പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലോയിലെ ഒരു ചാപ്റ്റർ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തി വരുന്ന കുറച്ച് ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണ് ഈ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഒരു കണക്ട് ചെയ്ത ഓരോ സെക്ഷനും തമ്മിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണിത്. അതാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്. നമുക്കറിയാം 1951 ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഗോർവാല ചെയർമാൻ ആക്കിക്കൊണ്ടുള്ള ആ കമ്മിറ്റിയാണ് 54 റിപ്പോർട്ട് വെച്ച അവസരത്തിൽ മറ്റനേകം റെക്കമെൻഡേഷനോടൊപ്പം നിർദ്ദേശിച്ച ഒരു കാര്യമാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സർക്കാർ സഹകരണ സംഘങ്ങളിൽ പങ്കാളികളാകണം. എന്തിന്? ജനങ്ങൾക്കിടയിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സർക്കാരും കൂടി അംഗമാണെങ്കിൽ, സർക്കാരും കൂടി അംഗമായൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഒരു നിലവാരമുണ്ടായിരിക്കും. ആ സ്ഥാപനത്തിൽ നമ്മൾ അംഗമായാൽ നമുക്ക് ദോഷമുണ്ടാകത്തില്ല എന്ന് ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കുന്നതിന് ഇത് സഹായിക്കും. അതിനോടൊപ്പം ഒരു കാലഘട്ടത്തിൽ വേണ്ടത്ര ഫണ്ടുകളില്ലാതിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സർക്കാരിന്റെ ഈ സഹായത്തോടു കൂടി അല്പം ധനം സമാഹരിച്ച് സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ടുപോകാനും പറ്റും. 51 കാലഘട്ടം എന്ന് പറയുന്നത് 54 കാലഘട്ടം, 54 റിപ്പോർട്ട് വെക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞിരുന്നു. 1904 നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ച് അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് 50 കൊല്ലത്തെ പ്രവർത്തനം മൂലമുണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുകൂടാണ് ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ അവർ കണ്ടെത്തിയ കാര്യം നമുക്കറിയാം. ഈ 50 കൊല്ലം പ്രവർത്തിച്ചനൊക്കെയും കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്, നമ്മുടെ സഹകരണ മേഖല പരാജയപ്പെട്ടിരിക്കുന്നു. എന്തിനാണോ അത് ഉദ്ദേശിച്ചത്, എന്തിനാണോ സഹകരണ പ്രസ്ഥാനം കൊണ്ടുവന്നത്, ആ കാര്യം നേടാൻ സാധിച്ചില്ല. നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ശ്രമിക്കുന്നത് അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ്. അത് ക്ലാസ്സിലാണെങ്കിൽ, നമ്മളെ പരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ ആ പരീക്ഷ പാസ്സാകാതിരിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു എന്ന് അവിടെ പറയുന്നത്. എവിടെയും ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തിനു വേണ്ടി ശ്രമിച്ചോ അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ പരാജയം ഏറ്റുവാങ്ങും എന്ന് പറയും. ഇതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ കർഷകരെയും ഒക്കെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ ആകെ കൊടുത്തിരുന്ന വായ്പയുടെ ആകെ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ സാധാരണപ്പെട്ടവർക്ക് കൊടുത്ത വായ്പയുടെ ഏതാണ്ട് 3% മാത്രമേ സഹകരണ സംഘങ്ങൾ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ദ കോൺട്രിബ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഓൺലി 3% ഓഫ് ദ ടോട്ടൽ ലോൺ. ആകെ കൊടുത്ത വായ്പയുടെ 3% സഹകരണ സംഘങ്ങളുടെ സംഭാവനയുള്ളൂ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്, സഹകരണം പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്നേക്കുമായിട്ട് എന്നെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സഹകരണ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അത് വിജയിച്ചേ പറ്റൂ എന്നാണ് ആ കമ്മിറ്റി പറഞ്ഞത്. അങ്ങനെ സഹകരണ സംഘങ്ങൾ സർക്കാരിന്റെ സഹായം സഹകരണ സംഘങ്ങളിൽ ഉണ്ടാകണം. അതാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്. അതിൽ ഒരു സഹായമാണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ സർക്കാർ സഹകരണ സംഘങ്ങളെ സഹായിക്കുമ്പോൾ
ഒരു രീതി ഷെയർ എടുത്ത് സഹായിക്കാം, അതാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. മറ്റൊന്ന് ഗ്രാന്റ് കൊടുത്ത് സഹായിക്കാം, മറ്റൊന്ന് ലോൺ കൊടുത്ത് സഹായിക്കാം. ഇങ്ങനെ വിവിധ രീതികളിൽ സർക്കാരിന് സംഘങ്ങളെ സഹായിക്കാം. അത് ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 6, നമ്മുടെ സഹകരണ സംഘ നിയമത്തിലെ ചാപ്റ്റർ 6. ഈ ചാപ്റ്റർ വന്നതിന്റെ പിന്നിൽ ഈ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടില് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു റെക്കമെൻഡേഷന്റെ ഒരു താല്പര്യം കൂടി ഈ ചാപ്റ്ററിനകത്തിലുണ്ട്. മറ്റൊരു കാര്യം, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഈ ചാപ്റ്ററിന് റൂളില്ല. മിക്ക ചാപ്റ്ററുകൾക്കും ആക്ടിന് അനുബന്ധമായ റൂളുണ്ടെങ്കിലും ഈ 6ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് റൂളില്ല. പിന്നെ റൂളില്ലാത്ത മറ്റൊരു ചാപ്റ്റർ നമ്മുടെ നിയമത്തിലുള്ളത് 15ാമത്തെ ചാപ്റ്ററാണ്. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അങ്ങനെ പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകൾക്കായിരുന്നു റൂൾ ഇല്ലാതിരുന്നത്. ഇതും റൂളില്ലാത്ത ചാപ്റ്റർ ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഈ 6ാമത്തെ ചാപ്റ്ററും അതിനടുത്തടുത്തുള്ള വേറെ ചാപ്റ്ററുകളുമായിരുന്നു അതിൽ ചോയ്സ്. അതിന്റെ ആൻസർ 6ാമത്തെ ചാപ്റ്റർ എന്നുള്ളതായിരുന്നു. എന്നാൽ 6ാമത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ള റൂളില്ലാത്തത് അല്ല. പിന്നെ ഏതാ ഉള്ളത്? അത് 15ാമത്തെ ചാപ്റ്ററിലും റൂളില്ല. പിന്നെയും റൂളില്ലാത്ത ചാപ്റ്ററുകൾ നമ്മുടെ നിയമത്തിലുണ്ട്. 10A-യും 10B-യും 10C ഈ 3 ചാപ്റ്ററുകൾക്കും റൂളില്ല. പ്രധാനമായിട്ടും പറയുന്ന 6ാമത്തെ ചാപ്റ്ററിനും 15ാമത്തെ ചാപ്റ്ററിനും റൂളില്ല. കൂടാതെ പിന്നീട് ആക്ടിൽ കൂട്ടിച്ചേർത്ത 10A എന്ന് പറയുന്നതും 10Bക്കും 10C എന്ന് പറയുന്ന 3 ചാപ്റ്ററുകൾക്കും റൂളുകളില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നിയമത്തിലെ 5 ചാപ്റ്ററുകൾക്ക് റൂളില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വീണ്ടും നമുക്ക് ഇവിടേക്ക് വന്നാൽ 6ാമത്തെ ചാപ്റ്ററിന് റൂളില്ലാത്തതാണ്. മറ്റൊരു പ്രത്യേകത ഈ ചാപ്റ്ററിനുള്ളത്, നിങ്ങൾ സഹകരണ സംഘ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും ഏത് ചട്ടം നോക്കിയാലും, ഏത് റൂള് അല്ലെങ്കിൽ ആക്ട് സെക്ഷൻ നോക്കിയാലും, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ എടുത്ത് നോക്കിയാലും ആ ചാപ്റ്ററിലൊക്കെ 1969 ശേഷം ഇന്ന് വരെ ഏതെങ്കിലുമൊക്കെ അമെൻമെന്റ് വരുത്തിയിട്ടുണ്ടായിരിക്കും. മിക്ക ചാപ്റ്ററുകളിലും അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. പുതിയ സെക്ഷനുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പുതിയ റൂളുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചാപ്റ്ററുകളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആക്ടോ റൂളോ അഡീഷണൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ആക്ടിൽ തന്നെ ഓരോ സെക്ഷനിലെ അഡീഷണൽ പ്രൊവിഷൻസ് കയറ്റിയിട്ടുണ്ടാകും. എന്നാൽ ഈ 42ാമത്തെ ഈ 5ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ, 6ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അമെൻമെന്റും നാളിതുവരെ നടത്തിയിട്ടില്ല. 1969 എന്തുണ്ടോ അത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഇതുവരെ ഭേദഗതികൾ ശരിയായ രൂപത്തിൽ നടക്കാത്തതും റൂളുകൾ ഇല്ലാത്തതും ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് അനുബന്ധമായി ഉള്ളതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളുടെ സഹകരണ സംഘ നിയമത്തിലെ ചാപ്റ്റർ 6, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഇന്നൊന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 42 മുതൽ 54 വരെ സെക്ഷനുകളാണ് ഈ ചാപ്റ്ററിലുള്ളത്. 42 മുതൽ 54 വരെ സെക്ഷനുകൾ. ഈ ചാപ്റ്ററിന് റൂളില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്.
എന്താണ് ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം 42 മുതൽ 54 വരെയുള്ള സെക്ഷനുകളാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്ഷൻ 42 മുതൽ സെക്ഷൻ 54 വരെയാണ് ഈ ചാപ്റ്റർ. ഇതിൽ 42 മുതൽ 52 വരെയുള്ള സെക്ഷനുകൾ ഈ എല്ലാ സഹകരണ സംഘങ്ങളിൽ നിന്നും സർക്കാർ ഷെയർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 42 മുതൽ 52 വരെയുള്ള സെക്ഷൻ പ്രതിപാദിക്കുന്നത് സഹകരണ സംഘങ്ങളിൽ നിന്ന് സർക്കാർ ഷെയർ എന്ന് പറയുന്ന ഒരു സഹായം ചെയ്യുന്ന നടപടികളുടെ കൂടുതൽ വിവരങ്ങളാണ് 42 മുതൽ 52 വരെ സെക്ഷനിൽ. അപ്പൊ അതിലൊരു പ്രത്യേകത, 42 മുതൽ 52 വരെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഷെയറുമായി ബന്ധപ്പെട്ടതാണ്. ആരുടെ ഷെയർ? സർക്കാരിന്റെ ഷെയറാണ്. അത് സർക്കാർ എങ്ങനെ എടുക്കും, സർക്കാരിന് എത്രമാത്രം അതിന് ബാധ്യത വരും, സർക്കാർ ഷെയർ എടുത്താൽ അതിന്റെ ഡിവിഡൻഡ് എങ്ങനെയായിരിക്കും, സർക്കാർ ഷെയർ എടുത്ത സംഘം തകർന്നു പോയാൽ ആ തുക എങ്ങനെ പിടിച്ചീടാക്കും, സർക്കാർ പണം കൊടുത്ത സംഘങ്ങളുടെ ഡിവിഡൻഡ്, ആ ഷെയറിന്റെ ഡിവിഡൻഡ് എവിടെ വരണം, ഇങ്ങനെ ഷെയർ അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സെക്ഷനുകളാണ് 42 മുതൽ 52 വരെ. 53ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഷെയർ കൂടാതെ മറ്റ് സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് 53ൽ പറയുന്നത്. അങ്ങനെ ഷെയറും മറ്റ് സഹായങ്ങളും ചേരുമ്പോഴാണ് മൊത്തത്തിൽ സ്റ്റേറ്റ് എയ്ഡ് ആകുന്നത്. ആ സ്റ്റേറ്റ് എയ്ഡിനകത്തിൽ 42-52 ഷെയറും 53 അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡുമാണ്. 54 എന്ന് നിങ്ങൾക്കറിയാം, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സർക്കാരിന്റെ ഷെയർ എടുക്കുമ്പോൾ സർക്കാരിന്റെ പണം ആണ് ഈ സംഘങ്ങൾക്ക് കൊടുക്കുന്നത്. സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണ്. ആ പണമെടുത്ത് സംഘത്തിന് കൊടുക്കുന്ന കേസാണ്. അതുകൊണ്ട് അങ്ങനെ സർക്കാരിന്റെ പണം മറ്റൊരു സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിന് മറ്റ് ചില നിയമങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ട്. എന്നാൽ ആ നിയമങ്ങളിൽ എന്ത് പറഞ്ഞാലും നമുക്ക് സംഘങ്ങൾക്ക് സർക്കാരിന് കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് 54. മറ്റേതെങ്കിലും നിയമങ്ങളിൽ സർക്കാരിന്റെ പണമെടുത്ത് ഇങ്ങനെ കൊടുക്കരുത് എന്നുണ്ടെങ്കിൽ പോലും ആ നിയമത്തെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ള അധികാരം തരുന്ന സെക്ഷനാണ് 54. അപ്പം അത് എയ്ഡുമായിട്ട് ബന്ധമില്ല. ഈ 53 കൊണ്ട് അവസാനിക്കുകയാണ് എയ്ഡ്. മറ്റൊരു കാര്യം, ഈ 42 മുതൽ 52 വരെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഒരു സീക്വൻസ് ആയിട്ടാണ്. ഒരു ഷെയറിന്റെ അതുമായി കണക്ട് ചെയ്ത് പോവുകയാണ്. ഒരു സെക്ഷനും ഇൻഡിപെൻഡന്റ് അല്ല. മറ്റ് പല ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന്റെ സെക്ഷനുകൾ ഓരോന്നോരോന്ന് നമ്മൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരു സെക്ഷനിൽ തന്നെ കണ്ടിന്യൂറ്റി അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരു കണ്ടിന്യൂറ്റിയും കിട്ടത്തില്ല. നമ്മളെ ആഡിറ്റില് 63 64 സെക്ഷനും 64 64A-B 65 റൂളും നിങ്ങളെടുത്ത് നോക്കുമ്പോൾ 64 സെക്ഷനിൽ തന്നെ 63 സെക്ഷനിൽ തന്നെ ഒരു കാര്യം ക്രമത്തിന് പറഞ്ഞു പോകുന്നില്ല. ഇടയ്ക്കൊക്കെ മറ്റ് പലതും കയറി ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അങ്ങനെ ഉള്ള ഈ ഘട്ടത്തിൽ വളരെയധികം കണ്ടിന്യൂറ്റിയോടുകൂടി പോകുന്ന ഒരു ചാപ്റ്ററാണ്, സെക്ഷൻസ് ആണ് 42 മുതൽ 52 വരെ. ആ ചാപ്റ്ററിന്റെ പൊതുവായുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതേവരെ പറഞ്ഞത്. അതിൽ നമുക്ക് ഓരോ സെക്ഷൻ എന്താണെന്ന് നോക്കാം. അതിനോടൊപ്പം സർക്കാർ പ്രധാനമായിട്ടും സഹകരണ സംഘങ്ങളെ ഷെയർ കൊടുത്താണ് സഹായിക്കുന്നത്. അപ്പോൾ ഷെയറിന്റെ സഹായമാണ് 42 മുതൽ 52 വരെ കിടക്കുന്നത്.
സർക്കാർ മറ്റു രീതിയിൽ ലോണായിട്ടും സബ്സിഡി ആയിട്ടും ഗ്യാരണ്ടിയൊക്കെ ആയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്നുണ്ടാകാം, ലോൺ കൊടുക്കുന്നുണ്ട്. ഈ സഹകരണ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോണോ മറ്റ് സഹായങ്ങളോ എടുക്കുമ്പോൾ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നുമുണ്ട്. അതെല്ലാം മറ്റു രീതിയിൽ ഷെയർ ഒഴികെയുള്ള സഹായങ്ങളാണ്. അത് നമ്മൾ സെക്ഷൻ 53 പഠിക്കും. അതിൽ ആദ്യ ഭാഗം ഷെയറിന്റെ ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഷെയറിന്റെ ഭാഗത്ത് എന്താ പ്രതിപാദിക്കുന്നത്? അതായത് ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ, ഷെയർ എടുക്കുമ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് സർക്കാർ ഷെയർ എടുക്കാം. നമ്മുടെ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് മേ ടേക്ക് ഷെയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ റെക്കമെൻഡേഷനിൽ അവർ വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഗവൺമെന്റിന് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ എടുക്കാം. ഇവിടെയും നേരിട്ട് എടുക്കും. ഷെയർ ഗവൺമെന്റ് സഹകരണ സംഘങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കും. കൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കും. ഡയറക്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് 10,000-10,000 രൂപ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളെ സഹായിക്കാൻ ഞാൻ തരുന്നു, നേരിട്ട് തരുന്നു എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ അതിൽ കക്ഷികൾ. എനിക്ക് ഉത്തമ വിശ്വാസമുള്ള ആളുകൾക്ക് ഞാൻ പണം തരുന്നു. നിങ്ങളിൽ ഒരാൾക്ക് പണം തരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അപ്പോൾ ഇടനിലക്കാരില്ല. അപ്പൊ അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ കൊടുക്കുന്ന എനിക്കില്ല. ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ സ്ഥാപനങ്ങളിലാണ് വ്യക്തിക്കാണ് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നേരിട്ട് ഷെയർ എടുക്കും. ചില സംഘങ്ങളിൽ നിന്നും സർക്കാർ പൈസ കൊടുക്കുന്നു, ഷെയർ വാങ്ങുന്നു. ദർ ഇസ് നോ ഇന്റർമീഡിയറി. അങ്ങനെ സർക്കാർ നേരിട്ട് ഷെയർ എടുക്കും. മിക്കവാറും നമ്മൾ ഇപ്പൊ പഠിക്കുമ്പോൾ അപ്പെക്സ് സംഘങ്ങളിൽ നിന്നാണ് സർക്കാർ നേരിട്ട് ഷെയർ എടുക്കുന്നത്. നേരിട്ട് അപ്പെക്സ് സംഘത്തിൽ നിന്ന് ഷെയർ എടുക്കും. കാരണം ഏറ്റവും മുകളിലുള്ള സ്ഥാപനവും ഗവൺമെന്റുമായിട്ട് അടുത്തതായതുകൊണ്ട് ഓരോ അപ്പെക്സ് സംഘത്തെ പറ്റിയും ഗവൺമെന്റ് മനസ്സിലാക്കി നേരിട്ട് ഷെയർ എടുക്കും. ആ നേരിട്ട് ഷെയർ എടുക്കുന്നതിനെ പറ്റി ഷെയർ എടുക്കുന്നതിനെ പറ്റിയാണ് സെക്ഷൻ 42 പറയുന്നത്. ഗവൺമെന്റ് മേ ടേക്ക് ഷെയർ ഡയറക്ട്ലി ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അവിടെ സർക്കാർ കാണുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. സർക്കാർ നേരിട്ട് ഷെയർ എടുക്കുന്ന സംഘം ഇങ്ങനെയുള്ളതായിരിക്കണം. എങ്ങനെയുള്ളതായിരിക്കണം? ഒറ്റ കണ്ടീഷൻ. വേറെ ഒരു കണ്ടീഷനും നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല. ഷെയർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സർക്കാരിൻ്റെതായ വേറെ കണ്ടീഷൻസ് ഒക്കെ അവർ തമ്മിൽ റൂളും എഗ്രിമെന്റും ഒക്കെ വെക്കുമ്പോൾ കാണും. ഏതൊരു സംഘത്തിൽ നിന്നും സർക്കാർ ഷെയർ എടുക്കുമ്പോൾ സർക്കാരിന് ചില നിബന്ധനകൾ, ആ റൂള് നമ്മുടെ നിയമത്തിലെ റൂളല്ല, അല്ലാതെ ചില നിബന്ധനകൾ, എഗ്രിമെന്റുകൾ സംഘവും സർക്കാരുമായി ബന്ധപ്പെട്ട് ഒപ്പിടാറുണ്ട്. അതിൽ കുറച്ചേറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നിങ്ങളൊരു സംഘത്തിന്റെ സെക്രട്ടറി ആണെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിന്റെ ഷെയർ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ചില എഗ്രിമെന്റുകളും ചില റൂളുകളും നിങ്ങളുടെ സംഘത്തിന്റെ കമ്മിറ്റിക്കാർ ഒപ്പിട്ട് കൊടുക്കണം. ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറച്ചേറെ കണ്ടീഷൻസ് കാണും. അത് തിരിച്ചടവിന്റെ കാര്യവും
അഥവാ തിരിച്ചടയ്ക്കാൻ എന്തെങ്കിലും തടസ്സം വന്നാൽ അതിന്റെ നിയമ നടപടികളും എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അത് ആ എഴുതി കൊടുക്കുന്ന റൂളിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ സർക്കാർ ഷെയർ എടുക്കുന്ന സംഘത്തിനോട് പറയുന്നുള്ളൂ നിയമത്തിൽ. അത് ആ സംഘം ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘത്തിൽ നിന്ന് മാത്രമേ സർക്കാർ നേരിട്ട് ഷെയർ എടുക്കൂ. ഇവിടെ പ്രതിപാദിക്കുന്നത് ഗവൺമെന്റ് ഷാൽ ടേക്ക് ഷെയർ ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ഡാഷ്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി ഒള്ളി, അൺലിമിറ്റഡ് ലയബിലിറ്റി ഒള്ളി, ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ലയബിലിറ്റി, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോഴാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ആൻസർ നമ്മൾ ഓർക്കേണ്ടത്. ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന കാര്യം മാത്രമാണ് 42 പറയുന്നത്. എന്നാൽ ഗവൺമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതിനെ പറ്റി പറയുന്നതാണ് 43. അങ്ങനെ ആകുമ്പോൾ മറ്റൊരു ഇഷ്യൂ വരും. നേരിട്ടാണെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ല. ഇൻഡയറക്റ്റ് ആകുമ്പോൾ വീണ്ടും പ്രശ്നം ഉയർന്നു വരും. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് തരികയാണ്. അതിന് ഒരു ഇടനിലക്കാരനോട് ഉണ്ടാകണം. അപ്പോൾ യഥാർത്ഥത്തിൽ നൽകുന്ന ആളും വാങ്ങുന്ന ആളും കൂടാതെ ഇടയ്ക്കൊരു കക്ഷി കടന്നു വരുന്നു. അതാണ് ഇൻഡയറക്റ്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സർക്കാരിന് തന്റെ യഥാർത്ഥ കസ്റ്റമറെ അറിയുന്നില്ല. സർക്കാർ ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു, അവരത് ഷെയർ മറ്റിടത്തുനിന്ന് വാങ്ങുന്നു. സർക്കാർ കുറച്ച് പണമാണ് ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നത്. സർക്കാരിന്റെ പണം ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഏൽപ്പിച്ചിരിക്കുന്നത് അത്ര നിയമവിധമല്ല. സർക്കാരിന്റെ പണം കൊണ്ട് ഷെയർ വാങ്ങിച്ചു, ഡയറക്റ്റായിട്ട് ഷെയർ വാങ്ങിച്ചെങ്കിൽ ഷെയർ അവിടെ ഉണ്ട്. അപ്പൊ സർക്കാരിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന സംഘത്തിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിനെന്തുണ്ട്? 2 ഷെയർ ഉണ്ട്. അപ്പം അവിടെ നിയമപ്രശ്നം തീർന്നു. എന്നാൽ ഇൻഡയറക്റ്റ് വരുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. സർക്കാർ പണം കൊടുത്തത് ഒരു സ്ഥാപനത്തിലാണ്. അവര് വേണം പിന്നെ ഷെയർ വാങ്ങാൻ. പക്ഷെ ആദ്യം സംഭവിച്ചത് ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുക. അതുകൊണ്ട് ഇൻഡയറക്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് വരും. അത് മറ്റൊരു കക്ഷിയെ ഏൽപ്പിക്കുകയായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ചേറെ നടപടിക്രമങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് ആ നടപടിക്രമങ്ങളൊക്കെ വിവരിക്കുന്നതാണ് 43 തന്നെ 44 മുതൽ 52 വരെ ഈ ഇൻഡയറക്റ്റ് ലോൺ ഷെയർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഈ 42മായി ബന്ധപ്പെട്ട് പിന്നെ ഒന്നുമേയില്ല. 42ാമത്തെ സെക്ഷൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. പിന്നെ 43 എന്ന് പറയുന്ന ഇൻഡയറക്റ്റിന്റെ ഭാഗമായതുകൊണ്ടാണ് ബാക്കിയുള്ള സെക്ഷനുകളൂടെ വേണ്ടി വന്നത്. ഡയറക്റ്റ് മാത്രമേ സർക്കാർ എടുക്കത്തുള്ളായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ഒറ്റ സെക്ഷൻ കൊണ്ട് അവസാനിച്ചേനി 42. ഞാൻ പറഞ്ഞു വന്നത് ഇൻഡയറക്റ്റ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള സെക്ഷനുകളിലെല്ലാം പ്രതിപാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 43മായി ബന്ധപ്പെട്ടതാണ് അങ്ങോട്ടുള്ള 52 വരെയുള്ള സെക്ഷൻ. ഇൻഡയറക്റ്റ് ഷെയറിന്റെ ഇൻഡയറക്റ്റ് കൊടുത്താൽ ആർക്ക് കൊടുക്കണം, ആദ്യം ആരെ ഏൽപ്പിക്കണം, അവരത് ആർക്കൊക്കെ കൊടുക്കണം, അത് കൊടുക്കണമെങ്കിൽ ആരുടെ നിർദ്ദേശം വേണം, ആ പണം കൊടുത്താൽ തിരിച്ചു വന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, അത് തിരിച്ചു വാങ്ങുന്ന രീതി എങ്ങനെ, അതിന്റെ ഡിവിഡൻഡ് എങ്ങനെ,
എങ്ങനെയെല്ലാം വന്നത് ഈ ഇൻഡയറക്റ്റിന്റെ കാര്യത്തിലാണ്. ഡയറക്റ്റിന്റെ കാര്യത്തിൽ ആ പ്രശ്നം ഇല്ല. അപ്പൊ ഓർക്കുക, സെക്ഷൻ 42 ഡയറക്റ്റ് ആണ്. അതിലൊറ്റ കാര്യമേ ഉള്ളൂ, ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുമെന്നുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം, ഗവൺമെന്റ് നേരിട്ടെടുക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നേ ഉള്ളൂ. മറ്റൊന്ന് പറയുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാർ എടുക്കും. അതും ഒരു കണ്ടീഷനേ ഉള്ളൂ. എടുക്കുന്നതിന് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതും ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് എടുക്കൂ. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻഡയറക്റ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അത് 44 മുതൽ 52 വരെ കാണും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 42 എന്ന് പറയുന്നത് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഡയറക്റ്റിന്റെ കാര്യമാണ് 42 പറയുന്നത്. അവിടെ ഒറ്റ കണ്ടീഷൻ, ഗവൺമെന്റിന് ഷെയർ എടുക്കാം. പക്ഷെ എടുക്കുമ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കുന്ന സംഘത്തിന്റെ ബാധ്യത. ഗവൺമെന്റ് ഡയറക്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതാണ് 42. അവിടെ ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് നേരിട്ട് ഷെയർ എടുത്തു. ആ ഷെയറിനെ സർക്കാരിലേക്ക് എടുത്ത ഏത് സംഘമാണോ, ഏത് സംഘത്തിൽ നിന്നാണ് എടുത്തത്, ആ സംഘത്തിന് ചിലപ്പോൾ ലാഭം ഉണ്ടായെന്ന് വരും. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ നെറ്റ് പ്രോഫിറ്റ് വീതം വെക്കും. അത് സെക്ഷൻ 56 അനുസരിച്ച് മാറ്റിവെക്കേണ്ടതെല്ലാം മാറ്റിവെച്ച് കുറച്ച് തുക പിന്നെ ഉണ്ടെങ്കിൽ അത് ഡിവിഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കുന്നത് ആ സംഘത്തിന്റെ പൊതുയോഗമാണ്. ജനറൽ ബോഡി ലാഭം വീതം വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഓരോരുത്തരും എടുത്ത ഷെയറിന്റെ, ഓരോ അംഗവും എടുത്ത ഷെയർ എത്രയാണോ ആ ഷെയറിന്റെ പരമാവധി 25% വരെ ലാഭം വീതം വെക്കാൻ ഒക്കൂ എന്ന് 56 പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരാള് 100 രൂപ ഷെയർ എടുത്താൽ അയാൾക്ക് ലാഭം വീതം വെക്കുമ്പോൾ സംഘത്തിൽ എത്രമാത്രം രൂപ ലാഭം വീതം വെച്ച് ഡിവിഡന്റ് ആയിട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിലും ചിലപ്പോ അവിടുത്തെ ലാഭം നോക്കിയപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് 100 രൂപ ഷെയർ എടുത്താലിന് 50 രൂപ ഡിവിഡന്റ് കൊടുക്കാൻ അവിടെ പണം ഉണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും 25 രൂപയിൽ കൂടുതൽ കൊടുക്കരുത്. 20% കൂടുതൽ ഡിവിഡന്റ് കൊടുക്കാൻ പാടില്ല. പക്ഷെ ലാഭം കുറവുള്ള സംഘങ്ങളിൽ 10% വേണേ പ്രഖ്യാപിക്കാം, 5% പ്രഖ്യാപിക്കാം. ആ തുകയനുസരിച്ച് ലാഭം വീതം വെക്കാം. ചിലപ്പോൾ ഒരു സംഘത്തില് 10-100 അംഗങ്ങളെ ഉള്ളൂ. അവരെ എല്ലാം കൂടെ ഷെയർ 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഷെയറേ ഉള്ളൂ. സംഘം ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കി. റിസർവ് ഫണ്ടും എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞുകൊണ്ട് ഒരു 10-50 ലക്ഷം രൂപയുണ്ട്. ആ 50 ലക്ഷം ബാക്കി വന്നിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഓരോ 100 രൂപ ഷെയർ എടുത്താലിനും 75 രൂപ വരെ കൊടുക്കാൻ പോലെ പൈസയാണ്. എന്നാലും 25 രൂപയെ കൊടുക്കാവൂ, 25% കൊടുക്കാവൂ. ബാക്കി പിന്നെ സംഘത്തിന് മറ്റേതെങ്കിലും ഫണ്ടിലേക്ക് മാറ്റാം. ഇത് 25-ൽ കുറയാൻ കുഴപ്പമില്ല. അപ്പോൾ ഒരു സംഘത്തിന്റെ ലാഭം വീതം വെക്കാൻ നോക്കിയൊന്നെ 100 രൂപയുടെ ഷെയറുകാർക്ക് 5 രൂപ കൊടുക്കാൻ ഒക്കൊന്നിരിക്കട്ടെ. എന്നുവെച്ചാൽ 5% കൊടുക്കാനുള്ളൂ. 5% പ്രഖ്യാപിച്ചാൽ എല്ലാ വ്യക്തികൾക്കും അവരുടെ ഷെയർ എത്രയാണോ അതിന്റെ 5% ലാഭവിഹിതം കൊടുക്കാം.
100 രൂപ എടുത്താലിന് 5 രൂപ, 1000 എടുത്താലിന് 50 രൂപ കിട്ടും. ആ തുക മാറും, പക്ഷെ റേറ്റ് എന്ന് പറയുന്ന 5 തന്നെയായിരിക്കും എല്ലാവർക്കും. അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കുന്ന റേറ്റ് എപ്പോഴും പൊതുയോഗം പ്രഖ്യാപിച്ചത് എല്ലാ അംഗങ്ങൾക്കും ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അവർക്ക് ലഭിക്കുന്ന തുക വ്യത്യസ്തമായിരിക്കും, കാരണം അവരെടുത്ത ഷെയറിന് ആനുപാതികമായതുകൊണ്ട്. ഇവിടുത്തെ നമ്മുടെ വിഷയം ഗവൺമെന്റും അംഗമാണ് എങ്കിൽ ഗവൺമെന്റിനും ഡിവിഡൻഡ് കൊടുത്തേ പറ്റൂ. നിങ്ങൾക്കറിയാം, ലാഭം ഉണ്ടെങ്കിൽ ഷെയർ എടുത്ത് എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിനും കൊടുക്കണോ? ആ ചോദ്യത്തിന്റെ ആൻസർ കൊടുക്കണം. അത് എത്ര ശതമാനം വരെയാകാം? അതിന്റെ ഒരു സംശയം വേണ്ട. വ്യക്തികൾക്ക് എത്ര ശതമാനം കൊടുത്തോ അത്രയും ശതമാനമേ കൊടുക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ 5% വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ 5% മാത്രമേ ഗവൺമെന്റിനും കൊടുക്കാവൂ. പക്ഷെ ഗവൺമെന്റിന് കിട്ടുന്ന തുക കൂടുതലായിരിക്കും, കാരണം അവർ വലിയ തുക ഷെയർ ഉള്ളത് കൊണ്ട് അതിന്റെ 5% വലിയ തുകയായിരിക്കും. പക്ഷെ റേറ്റ് ഒരു സാധാ ഷെയർ ഹോൾഡർക്കുള്ളത് മാത്രമേ ഗവൺമെന്റിനും കൊടുക്കാവൂ ഡയറക്റ്റ് എടുക്കുന്ന ഷെയറിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഡയറക്റ്റ് എടുക്കുന്ന ഷെയറിന്റെ കാര്യത്തിൽ 42ാമത്തെ സെക്ഷൻ പറഞ്ഞപ്പോൾ ആ ഡിവിഡൻഡിന്റെ കാര്യം ആ സെക്ഷനിൽ തന്നെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? ഗവൺമെന്റ് ഷാൽ നോട്ട് എൻറ്റൈറ്റിൽഡ്, ഗവൺമെന്റിന് യാതൊരു അവകാശവുമില്ല ടു എ ഡിവിഡൻഡ് ഓൺ ദ ഷെയർ, ഷെയറിന് ഡിവിഡൻഡ് കിട്ടാൻ അവകാശമില്ല. അവിടെ നിർത്തരുത്. ഇത് വായിക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഇത്തിരി മുമ്പേ പറഞ്ഞത് ഗവൺമെന്റിനും ഡിവിഡൻഡ് കിട്ടും. രണ്ടാം സെന്റൻസ് വായിച്ചപ്പോൾ പറയുന്നു ഡിവിഡൻഡിന് അവകാശമില്ല. എന്തിന് അവകാശമില്ല? റേറ്റ് ഹയർ ദാൻ ദാറ്റ് വിച്ച് ദ സച്ച് ഡിവിഡൻഡ് ഈസ് പേബിൾ ടു അതർ ഷെയർ ഹോൾഡേഴ്സ്, മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ ഹയർ റേറ്റിന് അവകാശമില്ല. എന്നുവെച്ചാൽ അതേ റേറ്റേ കിട്ടും. ഞങ്ങൾ സർക്കാരാണ്, ഞങ്ങൾ ഡയറക്റ്റ് ഷെയർ എടുത്തിരിക്കുകയാണ്, നല്ല പോലെ ഷെയർ എടുത്ത് സഹായിച്ചവരാണ്, അതുകൊണ്ട് വ്യക്തികൾക്ക് 5% ഞങ്ങൾക്ക് 10 തരണം എന്ന് പറയാൻ ഗവൺമെന്റിന് അവകാശമില്ല എന്ന് ഈ ഡയറക്റ്റ് ഷെയർ എടുക്കുന്ന കാര്യത്തിൽ ഇവിടെ തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം 42 എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്, ഡയറക്റ്റ് എടുക്കുന്നതാണ്, അത് തീരുന്നു. പിന്നെ ഇൻഡയറക്റ്റുമായി ബന്ധപ്പെട്ട് അത് വിശാലമായിട്ട് 52 വരെയുള്ള സെക്ഷനിൽ അതിനെപ്പറ്റി ആയതുകൊണ്ട് അത് പിന്നെയും പല പല സെക്ഷനുകളായിട്ട് കടന്നു വരും. ഇവിടെ വേറെ ഇതിനനുബന്ധമായ സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഉയർന്ന റേറ്റ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഗവൺമെന്റിന്. ഇതാണ് 42 പറയുന്നത്. എന്നാൽ 43 വരുമ്പോഴാണ് ഇനി അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. എന്താണ്? ഗവൺമെന്റിന് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം, ലിമിറ്റഡ് ലയബിലിറ്റിയിലെ അതും എടുക്കാൻ ഒക്കൂ. അപ്പൊ മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഗവൺമെന്റ് മേ ടേക്ക് ഷെയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി. അതാണ് 42ഉം 43 ഒറ്റ സെന്റൻസ് ആക്കിയ. രണ്ടും ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, രണ്ടും ഗവൺമെന്റ് എടുക്കാവുന്ന. അങ്ങനെ ഡയറക്റ്റീവ് എടുക്കാം, ഇൻഡയറക്റ്റീവ് എടുക്കാം. അതേ ഉള്ളത്. ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി പർച്ചേസ് ഷെയർസ് ഓൺ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പൊ ഡയറക്റ്റീവ് എടുക്കുക, ഇൻഡയറക്റ്റീവ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡയറക്റ്റ് ആണെങ്കിൽ സർക്കാർ ഷെയർ എടുക്കും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? ഷെയർ എടുക്കും എന്ന് പറയാനൊക്കത്തില്ല. സർക്കാർ മറ്റൊരു സംഘത്തെ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് അടുത്ത സംഘങ്ങളിൽ നിന്ന് എടുപ്പിക്കും. അപ്പോൾ സർക്കാർ കുറച്ച് പണം ഒരു സംഘത്തെ ഏൽപ്പിക്കുന്നു, ആ സംഘത്തെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കും. പക്ഷെ ആ എടുപ്പിക്കുന്നതും ലിമിറ്റഡ് ലയബിലിറ്റി എന്നേ എടുക്കാവൂ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇവിടെയും ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ പൈസ കൊടുത്തിട്ട് കൊടുക്കും, അയാളെ കൊണ്ട് സഹായിക്കുമെന്ന. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിന് വരുന്നില്ല.
ഇതുപോലെ സർക്കാർ നേരിട്ട് നിങ്ങൾ ഷെയർ എടുക്കാൻ വരുന്നില്ല. ഒരു സംഘത്തെ പണം ഏൽപ്പിക്കുന്നു, അവരെ കൊണ്ട് എടുപ്പിക്കും. അതാണ് ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. ഇൻഡയറക്റ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കുന്നതും ഏതെങ്കിലും കമ്പനികൾക്കോ ഏതെങ്കിലും കോർപ്പറേഷനുകൾക്കോ ഏതെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കോ അല്ല. ഇൻഡയറക്റ്റ് എടുക്കാൻ കൊടുക്കുന്നതും ഒരു സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്. അത് ഏത് സൊസൈറ്റി, അത് നമ്മൾ വേറെ മനസ്സിലാക്കും. അപ്പം ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. എന്തിന്? ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഫ്രം അതർ സൊസൈറ്റീസ്. അതാണ് ഇൻഡയറക്റ്റ്. ഏത് ലയബിലിറ്റിയാ? ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് മാത്രം. അവിടെയും ഡിവിഡന്റിന്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല, അതിന് പ്രത്യേകിച്ച് സെക്ഷൻ തന്നെയുണ്ട്. കാരണം ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഈ ഇൻഡയറക്റ്റിന്റെ കാര്യമാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് എടുക്കുന്ന അവസരത്തിൽ നമ്മളിവിടെ പഠിച്ച കാര്യം, ഗവൺമെന്റ് ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രൊവൈഡ് മണി ആർക്ക്? ടു എ സൊസൈറ്റി. കുറച്ച് പണം ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നു. എന്തിന്? പർച്ചേസ് ഷെയർസ് ഫ്രം അതർ സൊസൈറ്റീസ്. മറ്റ് സൊസൈറ്റിയിൽ നിന്ന് ഷെയർ വാങ്ങാം. അപ്പം ഗവൺമെന്റ് പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. ഇത് ഇടനിലക്കാരനാണ്. ഇത് ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ഇക്കാര്യത്തിൽ ഞാൻ ഗവൺമെന്റും ഇടയ്ക്ക് നിൽക്കുന്ന ആള് ഈ സൊസൈറ്റിയും നിങ്ങൾ ഈ സൊസൈറ്റിയുമായി മാറും. അപ്പൊ ഗവൺമെന്റ് പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. അതൊരു വലിയ ശക്തമായ സൊസൈറ്റി ആയിരിക്കും. ആ സൊസൈറ്റിക്ക് കൊടുക്കും. ഏതാ? നമുക്കിപ്പോ അറിയാം, കൊടുക്കുന്ന അപ്പെക്സ് സൊസൈറ്റിക്കാണ്. ഗവൺമെന്റ് നേരിട്ട് അപ്പെക്സ് സൊസൈറ്റികളിൽ നിന്നെല്ലാം ഷെയർ എടുത്തു. അങ്ങനെ ഗവൺമെന്റിന്റെ ഷെയർ എല്ലാ അപ്പെക്സ് അംഗങ്ങളിലും ഉണ്ട്. എല്ലാ അപ്പെക്സ് സംഘത്തെയും സഹായിച്ചു. കൂടാതെ ഗവൺമെന്റ് ഒരു അപ്പെക്സ് സംഘത്തിന് പണം കൊടുക്കും. വീണ്ടും എല്ലാ അപ്പെക്സ് അംഗങ്ങൾക്കും കൊടുക്കത്തില്ല. ഷെയറായിട്ട് എടുത്തു കഴിഞ്ഞു. അത് ഡയറക്റ്റ് എടുത്തു. മാർക്കറ്റ് ഫെഡിൽ നിന്നും കൺസ്യൂമർ ഫെഡിൽ നിന്നും ഹാൻഡെക്സിൽ നിന്നും ഒക്കെ സർക്കാർ നേരിട്ട് ഷെയർ എടുത്തു. അതാണ് ഡയറക്റ്റ്. പിന്നെ പറയുന്നു, വീണ്ടും ഒരു സൊസൈറ്റിക്ക് പണം കൊടുക്കും. അത് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് ആയിരിക്കും. അത് ഏത് അപ്പെക്സ് സൊസൈറ്റി? അത് നിയമത്തിൽ പറയുന്നില്ല. പിന്നീട് അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ രണ്ടാമത് കൊടുക്കുന്ന പണം ആദ്യം എല്ലാ സംഘത്തിനും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ കേരള ബാങ്കിനും കൊടുത്തിരുന്നു. പിന്നീട് വീണ്ടും കുറച്ച് പൈസ കേരള ബാങ്കിനെ ഏൽപ്പിച്ചു. അത് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് നിങ്ങളവിടെ സൂക്ഷിക്കണം. അതാണ് ഇൻഡയറക്റ്റ്. ഗവൺമെന്റ് പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി. ദാറ്റ് മീൻസ് an apex society. That means Kerala State Cooperative Bank. എന്തിന്? to purchase shares from other societies. ഇങ്ങനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എ സൊസൈറ്റി എന്ന് നമ്മളിവിടെ പറയുന്ന സൊസൈറ്റിക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പണം, ആ പണത്തിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റുമായി ബന്ധപ്പെട്ട ഇത് വരുന്നത്. ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സർക്കാർ കൊടുത്ത പണമാണ്. സർക്കാർ ഷെയർ എടുത്തതല്ല, മറ്റ് സംഘങ്ങളിൽ നിന്ന് എടുപ്പിക്കാൻ വേണ്ടി കൊടുത്തൊരു ഫണ്ടാണ്. അത് എ സൊസൈറ്റിക്ക് കൊടുക്കും. ഒരു സൊസൈറ്റി, എ സൊസൈറ്റി, അത് നമ്മുടെ നിയമത്തിൽ അപ്പെക്സ് സൊസൈറ്റിക്ക്. ഏത് അപ്പെക്സ് സൊസൈറ്റിക്ക്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കും. അവരത് ഫണ്ടാക്കി സൂക്ഷിക്കും. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അതാണ് സെക്ഷൻ 44. അപ്പൊ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കുന്നത് അത് ഗവൺമെന്റിന് പണം കൊണ്ടാണ്. ഗവൺമെന്റ് കൊടുക്കുന്നൊരു പണമാണ്. അത് ഒരിക്കലും ആ സ്ഥാപനത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഞാൻ നിങ്ങളിൽ കുറച്ച് പണം ഏൽപ്പിച്ചിട്ട് അവിടെ ഒരു പെട്ടിക്കാത്തിലെടുത്ത് വെച്ചേരെ, ഞാൻ പറയുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അതെടുത്ത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് പണം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ.
ഇതുപോലെ ആ കേരള ബാങ്കിന് കുറച്ച് പണം സർക്കാർ കൊടുത്തിട്ടുണ്ട് ഷെയർ എണ്ണത്തിൽ, അതെടുത്ത് അവർ ഉപയോഗിച്ചു. പിന്നെയും വേറെ കുറച്ച് കൊടുത്തു, നിങ്ങൾ ഉപയോഗിക്കരുത്, അതൊരു ഫണ്ടാക്കി വെക്കുക. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്.